തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മന്ത്രി എം ബി രാജേഷ് പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിച്ചു. 157 പേർ കൂടി പരിശീലനം പൂർത്തിയാക്കി. എക്സൈസ് സേനയുടെ ഭാഗമായതായി മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 84 എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും 59 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. എക്സൈസ് കമ്മീഷണർ ADGP മഹിപാൽ യാദവിനെ മന്ത്രി അഭിനന്ദിച്ചു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പരേഡിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ K പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. ജനപ്രതിനിധികൾ, മറ്റ് വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹിമാലയത്തിലെ മഞ്ഞുതൊളികൾ മുതൽ കന്യാകുമാരിയിലെ കടൽത്തിരമാലകൾ വരെ മങ്ങിക്കണം. കഴിഞ്ഞുപോയ ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ശ്രീ ശബരി നീതിയുമാക്കി നയിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ മൂന്നാമത്തെ പ്രകടനമാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം നടത്തി കടന്നു പോകുന്നത്. ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം നടത്തി കടന്നു പോകുന്നത്. ബെസ്റ്റ് award for best outdoor. ആ സേനയുടെ ഭാഗമായി നിങ്ങൾ പുതുതായി ചേരുമ്പോൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെടുത്ത പ്രതിജ്ഞ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കാൻ സമൂഹത്തോടും നാടിനോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മയക്കുമരുന്നിനെതിരായി ഒരു യുദ്ധം തന്നെ കേരളത്തിൽ ഇന്ന് എക്സൈസും പോലീസും സമൂഹമാകെയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേരള എക്സൈസ് വഹിച്ചിട്ടുള്ള പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിന്റെ ഉറവിടമെല്ലാം പുറത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉറവിടം തേടി ചെല്ലാൻ അണ്ടമാനിലും ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിലുമെല്ലാം ഉറവിടം തേടി ചെല്ലാൻ കേരള എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട്.
വലിയ മയക്കുമരുന്ന് വേട്ടകൾ കേരള എക്സൈസ് ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം വൻതോതിൽ ആർജിക്കാൻ എക്സൈസിന് കഴിഞ്ഞ ഒരു കാലം കൂടിയാണ്. ആ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ട എക്സൈസിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ നേരിട്ട് എക്സൈസിന് വിശ്വാസത്തോടുകൂടി വിവരങ്ങൾ കൈമാറുന്നു. വിവരം കൈമാറിയാൽ തങ്ങൾക്ക് അപകടമില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. വിവരം കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ നടപടി ഉണ്ടാകും എന്നുറപ്പും കൈവന്നിരിക്കുന്നു. ഇപ്പോ വലിയ സേവനമാണ്, അഭിമാനകരമായ ഒരു സേവനമാണ് കേരള എക്സൈസ് സേന നിർവഹിക്കുന്നത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ സുശിക്ഷിതരായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.